ഹൈവാ വെൽക്കം ബാക്ക് ട്രിപ്മല്ലു. എൻ്റെ പേര് ഷമീർ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കർണാടകത്തിൽ നിന്ന് തമിഴ്നാടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ പാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഈ പാസ് എടുത്ത് പോകുന്ന ആ കാഴ്ചയും പിന്നെ നമുക്ക് കോവർ കഴുതകളുള്ള ഒരു ഗ്രാമം, അതുമാണ് ഇന്നത്തെ കാഴ്ച. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടിൽ ഇ പാസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇ പാസ്സൊക്കെ എടുത്തിട്ടാണ് പോയത്. അപ്പം പോകുന്ന വഴിക്ക് ഞാൻ ഒരുപാട് കാഴ്ചകൾ ഞാൻ സ്കിപ്പ് ചെയ്തേക്കാണ്. ഒരുപാട് വീഡിയോസ് ഉണ്ട്. വളരെ എന്ത് രസമാണെന്നറിയാം ഈ റോഡ്. ചില സ്ഥലത്ത് നല്ല റോഡ്, ചില സ്ഥലത്ത് മോശം റോഡ്, അങ്ങനെയൊക്കെയാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചില്ലറ ചെറിയ ഫോറസ്റ്റുകളൊക്കെ ഉണ്ട്. ഇത് ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഗ്രാമത്തിന് അടുപ്പിച്ചിട്ടുള്ള മൃഗങ്ങളൊക്കെ ക്രോസ് ചെയ്യുന്ന സ്ഥലം. നമുക്ക് വാങ്ങിക്കടാവുന്ന മൃഗങ്ങളെയൊന്നും ഇങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് കർണാടക ചെക്ക് പോസ്റ്റിലൊന്നും നമ്മളിപ്പോൾ കർണാടക ഒരു ചെറിയൊരു ഫോറസ്റ്റിൻ്റെ വക്കിലാണ് പോകുന്നത്. കർണാടകത്തിൽ നിന്ന് എവിടെയും ചെക്കിങ്ങോ കാര്യങ്ങളോ പരിശോധനയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കർണാടക ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് തമിഴ്നാട് ചെക്ക് പോസ്റ്റിലെത്തിയിട്ട് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഒന്നും ചോദ്യവുമില്ല, പറച്ചിലുമില്ല. 2 ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഒന്ന് നമ്മളെ ബോർഡർ ചെക്ക് പോസ്റ്റും ഒന്ന് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും. ഈ 2 ചെക്ക് പോസ്റ്റിലും ഒരു പ്രശ്നമില്ല, എല്ലാം ഓപ്പൺ ആക്കി വെച്ചേക്കുകയാണ്. അത്യാവശ്യം മൃഗങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയിട്ടൊന്നുമില്ല മൃഗങ്ങളെയൊന്നും. എന്താണ് കർണാടക ചെക്ക് പോസ്റ്റാണ്, ഒരു പ്രശ്നവുമില്ല. ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് തൊട്ടപ്പുറം പോയി കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കിട്ടുന്നുണ്ട്. ഈ വരുന്ന തമിഴ്നാട് ചെക്ക് പോസ്റ്റ്. ഇവിടെ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ് തന്നെ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഗ്രാമമുണ്ട്. അതിന് മുമ്പ് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ പാടാണ് നമ്മളീ പറഞ്ഞ കുറേ കോവർ കഴുതകളൊക്കെ ഉള്ള ഒരു ഗ്രാമം. അപ്പം നല്ല വിശപ്പും ഉണ്ട്, വല്ലതും കഴിക്കുകയും വേണം. ഇപ്പം തന്നെ വൈകുന്നേരം 5 മണി കഴിഞ്ഞു. നേരെ എടുത്തിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അപ്പം നല്ല വിശപ്പാണ്. അപ്പോൾ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗ്രാമം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കുക എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാം.
നല്ല വിശപ്പുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഒരു ഹോട്ടലിൽ കണ്ടിട്ട് കഴിക്കാൻ നോക്കിയപ്പം കഴിക്കാൻ പറയൊന്നുമില്ല. അപ്പോൾ ചായയും ഒരു ബജി പോലത്തെ ഒരു സാധനമുണ്ട്, 5 രൂപ. ഒരു 5 ബജി ഒരു ചായയും കൂടി കുടിച്ച്. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് പോകാനുള്ള സത്യമംഗലം കാട്ടിലേക്ക് കൂടിയാണ്. ആ വീഡിയോ നമുക്ക് അടുത്ത ഇതിൽ നമുക്ക് കാണാം. ഈ വീഡിയോ കഴിഞ്ഞ് നമുക്ക് അടുത്ത വീഡിയോ സത്യമംഗലം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഐവ.